ഫാത്തിമ ബീവി എന്നുള്ള പാട്ട് പാടുന്നവരെ നമ്മുടെ നാട്ടുകാര്. ഊരും അറിയില്ല, പേരും അറിയില്ല. പിന്നെ എങ്ങനെ ഫാത്തിമ ബീവി ആയത്? പാട്ടേ ഖബറിന്റെ അകത്തുള്ള ആളെ പേരുണ്ടാക്കിയ പാട്ടാണ്. ഞങ്ങളുടെ നാട്ടിലുള്ളതായ പേരെടുത്തൊരു ഖബർസ്ഥാനമുണ്ട്. 3 ലക്ഷം പെണ്ണുങ്ങൾ പങ്കെടുക്കുകയിൽ 3 ലക്ഷത്തിൽ പരം പെണ്ണുങ്ങൾ പങ്കെടുക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴും ഉണ്ട് ആ നേർച്ചകൾ അവിടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞെടുത്താണ് പറയുന്നത്. ആ നേർച്ചകൾ നടത്തുന്നതിന്റെ പിന്നിൽ നടക്കുന്ന പാട്ടിന്റെ ഉടമ ഇവിടെ ഹജ്ജിന് വന്നു. ഒരു ഡോക്ടറുടെ വാപ്പയാണ്. ക്ലാസ് എടുത്തു. ഞാൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു, മൗലവി നിങ്ങൾ ഈ പറഞ്ഞ ആ ഒലിയുണ്ടല്ലോ, ആ ഒലിയിന്റെ പേരിൽ പറയുന്ന പാട്ടിലുള്ള മാന് കൊടുത്ത ആള് ഞാനാണെന്ന് പറഞ്ഞു. പ്രമുഖനാണ്, കാസർഗോഡിൽ പ്രമുഖനാണ്. അതിൽ പറയുന്നുണ്ട്, മോനെ വാങ്ങിയിട്ട് മാനെ കൊടുത്തോ വരുന്നു. മോനെ വാങ്ങി മാനെ കൊടുത്തു, മാനെ കൊടുത്തിട്ട് മോനെ കെട്ടിയുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, അള്ളാനെ തന്നെയാണ് സത്യം, മോനെ കിട്ടിയിട്ടില്ല, മാന് പോയി. അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടറാണ്, ഇവിടെ ജീവിക്കുന്നുണ്ട്, മദീനയിൽ ജോലി ചെയ്യുന്നുണ്ട്, ഡോക്ടറാണത്. 5-10 പറയുന്നത് ഡോക്ടർ ഇവിടെ ജോലി ചെയ്യാണ്. ആ കുടുംബക്കാരാണ്. അദ്ദേഹം കൃത്യമായിട്ട് എന്റെ ഹബീബ് അല്ലെങ്കിൽ മെഹബൂബ് ബസിന്റെ ഡ്രൈവറാണ്. മാന് കൊണ്ടുപോയിട്ട് ഈ കൃത്രിമ ഒലിജിന് കൊടുത്തത്. പക്ഷേ പാട്ടിൽ എന്താ ഉള്ളത്? മാന് കൊടുത്തു, മോനെ വാങ്ങി എന്നാണ്. മോനില്ല, പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പാടി കാശ് വാങ്ങുന്നുണ്ട്. ഇതാണ് അപകടം, ഇതാണ് കരിഞ്ചന്ത, ഇതാണ് അനാചാരം. ഇതൊക്കെ കേറ്റാൻ, ഇതൊക്കെ വിഴുങ്ങാൻ നമ്മുടെ കൗമും എന്താ ആൾ ദൈവത്തെ പൂജിച്ചിട്ട് ഇങ്ങനെ ശാന്തിയും സമാധാനം അറിഞ്ഞാണ് അമ്മയെ ആലിംഗനം ചെയ്തപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ അത് പത്രത്തിൽ റിപ്പോർട്ടായി കൊടുക്കാൻ ഒരുക്കമുള്ള കൗമല്ലേ നമ്മുടെ കൗമ്. നിങ്ങളെ കുറിച്ചല്ലാട്ടാ, അങ്ങനെ ഒരു വലിയ സമൂഹമുണ്ട് കേരളത്തിൽ. എന്തും നടക്കും നമ്മുടെ നാട്ടിൽ. അവിടെ നിന്നൊക്കെ വിടണം, നാം ഉയരണം. എവിടേക്കെത്തണം? ഇവിടെ പറഞ്ഞ നിങ്ങൾ അവരോട് പ്രഖ്യാപിക്കൂ, അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരാണോ എന്നുള്ള ചോദിച്ച ആ അറിവുള്ളവരിലേക്ക് എത്തണം നാം. അതാരാണ്? അറിഞ്ഞിട്ട് ജനങ്ങളോട് പറഞ്ഞു കൊടുത്ത് മറ്റുള്ളവർക്ക് മാതൃകയുള്ളവരായി ജീവിക്കുന്നവരായി മാറുക. അപ്പോൾ ഒന്ന് അറിവുള്ളവർ പറയുന്നവർ, അറിവുള്ളവർ അറിഞ്ഞിട്ട് പറയാത്തവര്, അറിവുള്ളവര് പറയുന്നതോടൊപ്പം അതുകൊണ്ട് അമൽ ചെയ്യാത്തവര്. ഈ വകുപ്പൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ? 3 വകുപ്പായി. ഈ വകുപ്പൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള വകുപ്പുകളെയൊക്കെ സൂചന നൽകിയിട്ടായിരിക്കാം എനിക്ക് തോന്നുന്നു പണ്ട് നമ്മുടെ പണ്ഡിതന്മാരിലിട്ട് ചിലര് ചെല്ലിയതായ പദ്യം എന്റെ മുമ്പിൽ പെട്ടെന്ന് വിട്ടുകിടന്നു. അലിയിൽ ജുർജാനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. يقولون لي فيك انقباض وإنما رأوا رجلا عن موقف الذل أحجما أرى الناس من داناهم وهان عندهم ومن أكرمته عزة النفس يكرما. അദ്ദേഹം പറയുന്നു, എന്തടോ നീ മൗഖിഫുൽ ഒഴിവാക്കിയിട്ട് ഞാൻ അന്തസ്സുള്ള തന്റെ ഇടമുള്ളവരായി മാറണമെന്ന് തീരുമാനിച്ചപ്പോൾ ജനങ്ങൾക്ക് വെറുപ്പ്. നീ ഇതൊക്കെ പറഞ്ഞു നടന്നാൽ എനിക്ക് സംഭവിച്ചു. അത് എൻ്റെ അനുഭവം നിങ്ങളോട് എനിക്ക് പറയാമല്ലോ. ഞാൻ എൻ്റെ നാട്ടിലേക്ക് 20-21 കൊല്ലം മുമ്പ് പോയപ്പോൾ പേരെടുത്തൊരു പണ്ഡിതൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഒരു സ്വഭാവമാണ്, ഇന്ന് വരെ മദീനക്കാരോട് ചോദിച്ചാൽ അറിയാം, എന്ത് പണ്ഡിതന്മാരോട് സംസാരിക്കുമ്പോൾ മുമ്പിൽ ആളെ ഇരുത്തും. ഞാൻ പറയുന്നത് എന്തെങ്കിലും പറയല്ല, സാക്ഷികൾ വേണം. സാക്ഷികളെ മുമ്പിൽ ഇരുത്തിയിട്ടേ മൗലവിമാരോട് സംസാരിക്കുള്ളൂ, മുസ്ലിംമാരോട് സംസാരിക്കുള്ളൂ. അതെന്റെ സ്വഭാവമാണ്. എൻ്റെ മുമ്പിൽ ആളുണ്ട്, കുടുംബ മെമ്പർമാർ വരെ ഉണ്ട്. അങ്ങനെ തൗഹീദ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പറയാണ്, അല്ല മനുഷ്യ, നീ പറയുന്നതൊക്കെ സത്യം, ജനങ്ങളോട് പറഞ്ഞു കളയരുത്, സീല് വെച്ച് കളയും. ഇതാണ് മൂപ്പര് പറയുന്നത്. ജനങ്ങളോട് എന്നോട് പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങനെയുള്ള കുഴപ്പത്തിൽ നിൽക്കുന്നു എന്ന് സത്യം പറയാൻ നിന്നപ്പോൾ. അത് സാധാരണ കേൾക്കാറുള്ള പദ്ധതിയാണ്. ജനങ്ങളോട് പറഞ്ഞാൽ നടക്കൂല, നമ്മൾ മാത്രം നന്നായാൽ മതി. ഒരാൾ മക്കയിൽ പഠിച്ചു പോയി കേരളത്തിലേക്ക്, എന്നിട്ട് അദ്ദേഹം തൗഹീദ് പറഞ്ഞില്ല, എൻ്റെ വീട്ടിലേക്ക് വന്നു. ഞാൻ ചോദിച്ചു, അല്ല ചങ്ങാതി, നിങ്ങൾ ഇത്ര കാലം നിങ്ങളുടെ നാട്ടിൽ ജീവിച്ചിട്ട് തൗഹീദ് പറഞ്ഞുകൂടെ? നിങ്ങൾ മക്കയിൽ നിന്നിട്ടും സൗദി അറേബ്യയിൽ നിന്നൊക്കെ ഉൾക്കൊണ്ടതല്ലേ, പണ്ട് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ദഅവത്തും മൗനമായി നടക്കാണ്. മനസ്സിലായില്ല? അങ്ങനെ ഉണ്ടോ? എനിക്കൊരു പക്ഷെ 40 കൊല്ലം മുമ്പത്തെ മലയാളമാണ് എൻ്റെ മലയാളം, അതുകൊണ്ട് കയറാത്തോണ്ടായിരിക്കും. അല്ലാഹു അലം. മുമ്പ് അങ്ങനെയാ പറഞ്ഞത്, മൗനമായി. ഞാനിങ്ങനെ ചലിക്കുന്ന കാണുമ്പോൾ അതോട് ചലിച്ചോട്ടെ, ഞാനിങ്ങനെ നടക്കുന്ന കാണുമ്പോൾ നടന്നോട്ടെ, ഞാൻ ചെയ്യുന്നത് ചെയ്തോട്ടെ, ഞാൻ ചെയ്യൂല തെറ്റ്. അവർക്ക് എന്താ പറയാ തെറ്റ് ചെയ്തില്ലേ എന്നുള്ള. റസൂലിന് മൗനമായി ദഅവത്ത് നടത്താമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ദഅവത്തുണ്ടോ? ഇല്ല, നടക്കുന്ന കാര്യമല്ല. മനസ്സിലായില്ലേ? അതെ,
അഹ്ലൽ ഇൽമി സാനൂഹു സാനഹും വലൗ അല്ലമൂഹു ഫിന്നുഫൂസി ലഉളിമാ വലാകിൻ അഹാനൂഹു ഫഹാനാ വദന്നസു മുഹയ്യാഹു ഫിൽ അത്മായി ഹത്താ തജഹമാ. മൂപ്പർ പറയുന്ന തത്വം എന്താണ്? ചുരുക്കത്തിൽ അദ്ദേഹം പറയാണ്, ജനങ്ങൾക്ക് പേരും പെരുമയും കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് സത്യം പറയാതെ മൗനം വീക്ഷിച്ചാൽ ശരിയാവൂല എന്ന് മനസ്സിലാക്കിയിട്ട് സത്യം പറയാൻ ഒരുങ്ങി. അതേ സമയത്ത് അന്തസ്സും അഭിമാനവും ലഭിക്കണമെങ്കിൽ എന്ത് വേണം? പണ്ഡിതൻ നിൽക്കേണ്ടടുത്ത് നിൽക്കണം, അഥവാ പണ്ഡിതൻ മറ്റുള്ളവർക്ക് മാതൃകയായി മാറണം. പണ്ഡിതൻ നിൽക്കേണ്ടവർക്ക് നിൽക്കാത്ത അവർക്കൊത്തൊട്ട് ജീവിതം, ഇവർക്കൊത്ത് ജീവിതം, അവർക്കൊത്ത് പ്രസംഗം, ഇവർക്കൊത്ത് ലേഖനം, അങ്ങനെയായി മാറിയാൽ പിന്നെ ജനങ്ങൾക്ക് നിന്യനാവും. ഏതാ ആ കളിയാറാ തിരക്കുള്ള ഒരു 50 ഉറുപ്പ് കിട്ടിയാൽ മൂപ്പരെ കിട്ടും. 50 ഉറുപ്പ്യ കൊടുത്താൽ മൂപ്പരെ കിട്ടും. മറ്റേ മുസ്ലിയാരോ അല്ലെങ്കിൽ മറ്റേ മൗലവിയ, അയാൾക്ക് എന്താ ഒരു സിഗരറ്റ് കൊടുത്താൽ കിട്ടൂലേ മൂപ്പരെ? അങ്ങനെ എന്തിനും കിട്ടൂന്നുള്ള ആളായി മാറും. ആര്? പണ്ഡിതൻ. എന്തിനു കൊള്ളും പിന്നെ അത്? ആ സൈസ് പണ്ഡിതന്മാർ മറ്റുള്ളവർക്ക് മാതൃകയുള്ളവരായി ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നു, പണ്ഡിതന്മാർ നിൽക്കേണ്ടടുത്ത് നിൽക്കുകയാണെങ്കിൽ, അവരെ സൂക്ഷിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ, അവര് ആദരിക്കപ്പെട്ടിരുന്നേനെ ജനങ്ങളുടെ ഇടയിൽ, ബഹുമാനിക്കപ്പെട്ടിരുന്നേനെ ജനങ്ങളുടെ ഇടയിൽ. ഉള്ളത് പറഞ്ഞ് സത്യം പോലെ ഞങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് ജനങ്ങൾക്കൊത്ത് ജീവിക്കാതെ, ജനങ്ങൾക്കൊത്ത് ഫത്വ കൊടുക്കാതെ, അള്ളാഹുവിനെയും റസൂലിനെയും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് റസൂലുള്ളാഹിന്റെ സുന്നത്ത് നടപ്പാക്കി ജീവിക്കുകയാണെങ്കിൽ അന്തസ്സുള്ള ജീവിതം ജീവിക്കാം. ولكن أهانوه فهانا ودنسوا محياه في الأطماء حتى تجهما. എന്താ സംഭവിച്ചത്? അവർ സ്വയം വടക്കാവാൻ തീരുമാനിച്ചു. അതുകൊണ്ട് അള്ളാഹു അവരെ പിടിച്ചിട്ട് നിന്യരാക്കി മാറ്റി. ആരെ? താന്തോന്നികളായ പണ്ഡിതന്മാരെ കുറിച്ചാണ് ഈ പറയുന്നത്, പണ്ഡിത വേഷധാരികളെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ പണ്ഡിതന്മാരാവുക എന്ന് ഖുർആനിൽ ഞാൻ ഓതി വെച്ചതായ ആയത്തിൽ പറയുന്ന ആ തുല്യരാണോ അല്ലേ എന്ന് പറയുന്നതായ ആ ഇൽമുള്ളവർ എന്നതാരാണ്? അമൽ ചെയ്യുന്നവരായ പണ്ഡിതന്മാരാണ്. സഹബാക്കൾ ഇവിടെ മദീനയിൽ റസൂലുള്ളാഹിയുടെ പരിസരത്തിൽ ജീവിച്ചപ്പോൾ ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ചതായ ജീവിതം അതായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു ഖുർആനിൽ നിർബന്ധ ശാസന ആരോട്? നമ്മളോട്. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമോ എന്നാൽ അൻസാറുകളെയും മുഹാജിറുകളെയും അനുകരിക്കണം. 20 കൊല്ലം മുമ്പ് റിയാദിൽ വെച്ചിട്ട് ഞാനിത് പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞ ഉടനെ തന്നെ എന്താ മനുഷ്യൻ നിങ്ങൾ പറഞ്ഞു കൂട്ടിയത് എന്ന് ഒരാൾ ചോദിച്ചു. അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചു, നിങ്ങൾ മുഹീദീങ്ങളോ? എന്ത് തൗഹീദാ നിങ്ങളുടേത്? ഞാൻ ചോദിച്ചു. ഞാൻ പഠിച്ചത് ഇതാണെന്ന് ഞാനും പറഞ്ഞു. മടങ്ങി വന്ന് വീട്ടിലെത്തുമ്പോൾ ഉറങ്ങാനും പറ്റുന്നില്ല. ഫോണോട് ഫോണ് എവിടുന്ന് അറിയാതെന്ന് ഇതന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ പുതിയ വിഷയം പറഞ്ഞു കൂട്ടിയത് കൂട്ടരെ മനുഷ്യാന്ന്. എൻ്റെ അനുഭവമാണ്. ആ ശബ്ദം കേട്ടവരും ആ സമ്മേളനത്തിൽ പങ്കെടുത്തവരും ഇന്നും റിയാദിലുണ്ട്. എന്താ പ്രശ്നം? മൻഹജ് പറഞ്ഞ കയറിയില്ല എന്നുള്ളതാണ്. മൻഹജ് പറഞ്ഞപ്പോ കയറിയില്ല, അതാണ് പ്രശ്നം. ഏത്? ഖുർആനും സുന്നത്തും അനുസരിച്ചിട്ട് ജീവിക്കാൻ ഇവിടെ ഒരു വകുപ്പിനെ അല്ലാഹു ശിക്ഷിച്ചു വിട്ടു. ഖുർആൻ പറയുന്നു, ആരാണവർ? മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു. അവരുടെ പ്രത്യേകത എന്താണ്? അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. അവർ അല്ലാഹു ഇങ്ങനെ വാഴ്ത്തി പോഴ്ത്തി പറഞ്ഞു നിർത്തിയില്ല. സീമാഹും, അവരുടെ ദാലിക മതലുഹും ഫിത് തൗറാത്ത്. തൗറാത്തിൽ ഞാൻ അവരെ പോഴ്ത്തിയിട്ടുണ്ട്, ഇഞ്ചീലിൽ പോഴ്ത്തിയിട്ടുണ്ട്. പോരെ, എന്താ പറഞ്ഞത്? ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ഇവിടെയുള്ള എവിടെയെങ്കിലുള്ള ദിനപത്രത്തിൽ പോഴ്ത്തിയതല്ല. വാനലോകത്ത് നിറങ്ങിയ ഗ്രന്ഥത്തിലുള്ള പോഴ്ത്തിയവരാണ് അൻസാറുകൾ, മുഹാജിറുകൾ. അവരെ പിന്തുടരൽ നിർബന്ധമാണെന്ന് ഖുർആനും. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى. ഇവിടെ ജീവിച്ച മുഅ്മിനീങ്ങളായ അൻസാറുകളും മുഹാജിറുകളും ജീവിച്ച ജീവിതമല്ല നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, നിങ്ങൾ പോയ റൂട്ടിൽ ഞാൻ നിങ്ങളെ തെളിച്ചുവിടും. സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നതല്ല. അപ്പോൾ അവർ താടി വെച്ചോ എന്ന് നോക്കേണ്ടി വരും. അവർ മ്യൂസിക്കുകളും ഹാർമോണിയങ്ങളൊക്കെ കേട്ടോ എന്ന് നോക്കേണ്ടി. അതൊക്കെ അന്ന് ഇല്ല മനുഷ്യൻ, നിങ്ങൾക്ക് എന്തറിയാം അന്നൊക്കെ അതുണ്ടോ എന്ന്. ഇപ്പോൾ ഉള്ള സാധനത്തിന്റെ പേര് മാറി എന്നല്ലാതെ സാധനമൊക്കെ അതിലും അപ്പുറമുണ്ട്. അപ്പോൾ അവിടെ മനസ്സിലായില്ലേ? മാലിക് ഇമാമിന്റെ ഹിസ്റ്ററി എവിടെയോ കണ്ട്, മാലിക് ഇമാം ഇങ്ങനെ മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ചിട്ട് പുറത്തിറങ്ങി വന്നപ്പോൾ മദീനത്തെ പള്ളിയുടെ പുറത്തെ ഒരാൾ ഇങ്ങനെ മന്ദള ഇടിക്കുകയാണ്. കാശുണ്ടാക്കാനേ മന്ദളം വാങ്ങിയിട്ട് തലയിലിടിച്ചിട്ട് ഇതാണോ നിനക്കുള്ള കൂലി എന്ന് പറഞ്ഞ് മൂപ്പരെ ശിക്ഷിച്ചു എന്നാണ് മാലിക് ഇമാം. ആ കാലഘട്ടത്തിലാ.
പിന്നെ റസൂലുള്ളാന്റെ കാലഘട്ടം പിന്നെ പറയേണ്ടതില്ല. ഇത് വിനോദം എന്ന് പറയുന്ന സാധനം റസൂലോട് പറയപ്പെട്ടു. ഇന്നാള് വീണ കൊണ്ട് നിസ്കാരത്തിലേക്ക് വിളിക്കുന്നു, ഇന്നാള് മന്ദളം കൊണ്ട് വിളിക്കുന്നു, നമുക്കും അങ്ങനെ വല്ലതും കാട്ടിക്കൂടെ? അപ്പോഴാണ് കിനാവിലൂടെ വരുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു മഹാൻ. വിനോദങ്ങൾക്ക് നമ്മുടെ ലിസ്റ്റിൽ, നമ്മുടെ നിഘണ്ടുവിൽ യാതൊരു സ്ഥാനവും മാനവും ഇല്ല. എനിക്ക് ബാൻഡ് അടിച്ചിട്ട് നിസ്കരിക്കാൻ വിളിച്ചാൽ മതിയായിരുന്നു. ബാൻഡ് അടി പറ്റൂല, മന്ദളം പറ്റൂല. അവിടുന്ന് വഴിയിലൂടെ കിനാവിലൂടെ ഓർഡർ കിട്ടുന്നത്, അതിലൂടെ പിന്നെ ലോകം ഇന്ന് വരേക്കും നമ്മുടെ ചിഹ്നമായി ബാങ്ക് ഉപയോഗിക്കുന്നു. അങ്ങനെ അന്നത്തെ കാലഘട്ടത്തിൽ ഇല്ലാത്ത എന്തൊക്കെയുണ്ട് അതെല്ലാം ഇന്നും ഉണ്ടാവാൻ പാടില്ല. ഒരു പക്ഷേ നാം അതിൽ നിന്നിട്ട് വ്യതിചലിച്ചു പോയത് കാരണത്താൽ നമുക്കത് കയറുന്നില്ലെങ്കിൽ ഡോസ് കുറച്ചിട്ടെങ്കിലും അതും കയറ്റാൻ വേണ്ടി പരിശ്രമിക്കണം. ഡോസ് കുറച്ചിട്ടെങ്കിലും കയറ്റാൻ വേണ്ടി പരിശ്രമിക്കണം. അതിൽ പെട്ടതാണ് പ്രധാനമായിട്ട് മിശ്രമായ അഴിഞ്ഞാട്ടം. പർദ്ദയില്ലാത്ത അത് വിജ്ഞാന കേന്ദ്രത്തിലാവട്ടെ, ക്ലാസ് റൂമുകളിലാവട്ടെ, ഇൽമിന്റെ സദസ്സ് റസൂലുള്ളാഹിന്റെ പള്ളിയിൽ റസൂൽ പറഞ്ഞു പെണ്ണുങ്ങളോട്, നിങ്ങൾ പുരുഷന്മാരോട് കൂടി വന്നിട്ട് ദർസിൽ പങ്കെടുക്കാൻ പ്രയാസമുണ്ടാകുന്നത് കൊണ്ട് റസൂൽ അങ്ങനെ വെവ്വേറെയാക്കിയതുപോലെ നിങ്ങൾക്ക് വേറെ ദിവസം, പെണ്ണുങ്ങൾക്ക് വേറെ ദിവസം ക്ലാസ് എടുക്കാൻ മദീനത്തെ പള്ളിയിൽ. സുബ്ഹാനല്ലാഹ്. എന്താ റസൂലിന് നിങ്ങൾ ആണുങ്ങളെ കൂടെ തന്നെ വന്നു എന്ന് പറഞ്ഞൂടെ? വേറെ ദിവസമാക്കി. അതെ, ആണുങ്ങളുടെ കൂടെ വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ വേറെ തന്നെ ഇരിക്കാനുള്ള സൗകര്യവും ചുറ്റുപാടും ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇവിടെ അതൊന്നുമല്ല നടക്കുന്നത് എന്താണ്? എല്ലായിടങ്ങളിലും, ജോലി സ്ഥലത്ത്, വിജ്ഞാന സ്ഥലത്ത്, പഠന സ്ഥലത്ത്, ക്ലാസ് സ്ഥലത്ത്, സമ്മേളന സ്ഥലത്ത്, എവിടെ നോക്കിയാലും വിശ്രം. അതും നല്ല സൗന്ദര്യമുള്ള വണ്ടുകൾ അതിനപ്പുറം സൗന്ദര്യം ഉണ്ടാക്കിയിട്ട് താനും. എന്നിട്ട് പിന്നെ ഇവിടെ ദാവത്ത്, എന്താ ദാവത്ത്? പിന്നെ എന്ത് ദാവത്ത നടത്താം? ഖുർആനിലുള്ളതായ ഫർദയുടെ ആയത്തൊക്കെ കൊന്നു കയറ്റിയില്ലേ അവൻ? എന്നിട്ട് പിന്നെ എന്ത് ദാവത്ത നടത്താം? അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ഡോസ് കുറച്ചിട്ട് ഫിറ്റാക്കാൻ വേണ്ടി പരിശ്രമിക്കാം. ഇല്ലാത്തതുകൊണ്ടുള്ള അപകടം എന്നെ പോലത്തെ ഹുസൈൻ മൗലവിനെ പോലത്തെ ആൾക്കാർക്കൊക്കെ നേരിടുന്നത്. ഒരു സഹോദരി ചോദിക്കുകയാണ്, ഗൾഫ് രാഷ്ട്രത്തിൽ നിന്നിട്ട് മിശ്രമായുള്ള ജീവിതത്തിൽ വന്നതാണ്, എൻ്റെ പള്ളയിലുള്ള കുട്ടിയെ കൊല്ലട്ടെ മൗലവി എന്നോട് ചോദിക്കുകയാണ്. എൻ്റെ അനുഭവമാണ്. അങ്ങനെയുള്ള ഡസൻ കണക്കിൽ കേസുകൾ എൻ്റെ മുമ്പിലുണ്ട്, ഇപ്പോഴുണ്ട്. പരിസരത്തിൽ മിശ്രമായുള്ള ജീവിതത്തിൽ, അഴിഞ്ഞാട്ടത്തിൽ, പർദ്ദ വലിച്ചെറിഞ്ഞതിൽ കേരളീയരിടയിൽ ഉണ്ടായതായ വിപത്തുകൾ, അതിന് അറുതി വരുത്താൻ ഇസ്ലാം പറഞ്ഞതായ ആ വിലങ്ങ് തടി അല്ലെങ്കിൽ ആ മഹാ തടസ്സം, അതാണ് ഇസ്ലാം പറയുന്ന ഹിജാബ്. അതും അന്യ പുരുഷന്മാരുടെയും അന്യ സ്ത്രീകളുടെയും ഇടയിൽ ഉണ്ടാവുക. ഇതിലെല്ലാം നമുക്ക് മാതൃക എവിടെ ഉണ്ടാവണം? ആരോടുണ്ടാവണം? ഇവിടെ ജീവിച്ച് മരിച്ച, ഞാൻ പെട്ടെന്ന് റൂട്ട് മാറ്റിയത് ഹൽയസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂന എന്ന ആയത്തിന്റെ കൂടെ തന്നെയാണ് നാം ഉള്ളത്. റൂട്ട് മാറ്റിയതൊന്നുമല്ല. പക്ഷെ മദീനത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു തോന്നൽ, അൻസാറുകളെ പറയാതെ ഇവരെ വിടാനോ, മുഹാജിറുകളെ കുറിച്ച് പറയാതെ ഇവരെ വിടാനോ എനിക്കൊന്ന് തോന്നി. അതുകൊണ്ട് അവരെ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ചതാണ്. അവർ നമ്മുടെ നേതാക്കൾ, അവരോട് കൂടി പോകണം നമുക്ക് സ്വർഗത്തിൽ. അതുകൊണ്ടായിരിക്കാം റസൂൽ പറഞ്ഞത് ഈ സ്ഥലം സ്വർഗത്തോപ്പാണ് എന്ന്. പറയും പോലെ ഈ സ്ഥലത്തുള്ളതായ സ്വർഗത്തോപ്പുമായി ബന്ധപ്പെട്ടാലേ നിങ്ങൾക്ക് സ്വർഗത്തിൽ ആ സ്ഥലത്തിലൂടെ പോയ അബൂബക്കറിന്റെ കൂടെ, ഉമറിന്റെ കൂടെ, ഉസ്മാന്റെ കൂടെ, മുഹാജിറുകളുടെ കൂടെ, അൻസാറുകളുടെ കൂടെ പോകാൻ പറ്റൂ എന്ന് പറയും പോലെ. ഇല്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. മദീനത്തെ പള്ളിക്ക് മൊത്തത്തിൽ 1000-ൽ പരം കൂലി ഉണ്ടെന്ന് പറഞ്ഞ റസൂൽ, ആ റസൂൽ ഒരു പ്രത്യേകതയില്ലാതെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ പ്രത്യേകത നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. സ്വർഗത്തിനോട് ബന്ധിപ്പിച്ചിട്ടാ പറയുന്നത്. ഇത് സ്വർഗത്തോപ്പാണ് പറയുമ്പോൾ ഇവിടെ ഇറങ്ങിയ ബഖറ, ആല ഇമ്രാൻ, നിസ, ഇവിടെ ഇറങ്ങിയ ഇവിടെ താമസിച്ച നേതാക്കൾ, ഇവരുമായിട്ടെല്ലാം ടച്ച് വേണം എന്ന് പറയും പോലെ അത് വളരെ മുഖ്യമാണ്. ഇവിടെ വരട്ടെ വരാതിരിക്കട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ്. അങ്ങനെ തീരുമാനിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും. തഖ്വ മടക്കിയെടുക്കാൻ പറ്റും. നഷ്ടപ്പെട്ടു പോയതായ എല്ലാ അഭിമാനങ്ങളും അന്തസ്സുകളും മടക്കിയെടുക്കാൻ പറ്റും. ഈ